മലയാള സിനിമയിലെ പ്രശസ്തനായ നിർമ്മാതാവും നടനുമായ വിജയ് ബാബു ആണ് കൂടെയുള്ളത്. വെൽക്കം. ഭൂതകാലം പുണരുന്നു. യഥാർത്ഥത്തിൽ ആട് 3 ടൈം ട്രാവലിന്റെ ഒരു കഥയാണ്. അതൊരു പുനർജന്മമല്ല, പക്ഷെ ഓരോ ടൈം ലൈനിലും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളെ ആടിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് അതിനെ ഇനാക്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. പടക്കളം അങ്ങനെ സക്സസ് ആവുമെന്ന് വിചാരിച്ചിരുന്നു. അതിലുള്ള സൂപ്പർസ്റ്റിഷ്യസ് നമ്മൾ ഏതെങ്കിലും സിനിമ സക്സസ് ആവില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കും. ഒരു 360 ഡിഗ്രീസ് പ്രൊഡക്ഷൻ ഹൗസ് ആവുക എന്നുള്ളത് തന്നെയാണ് ഫ്രൈഡേ ഫിലിം ഹൗസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഒരു ആഗ്രഹം. സിനിമയിലെ കഥയെ കുറിച്ച് എങ്ങനെ കറങ്ങിട്ടും ചോദിച്ചാലും കിട്ടത്തില്ല. ഞാൻ പറയത്തില്ല. ഞാൻ ഗ്രൂപ്പിൽ പറയും ഇങ്ങനൊന്നും പറയരുത്, അങ്ങനെ പറയുന്ന എന്നോടോ ബാല ഒരിക്കലും പറയരുത്. ഹായ്, ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ദിസ് ഈസ് നിമിഷ റാം. ഇന്ന് നമ്മുടെ കൂടെ മലയാള സിനിമയിലെ പ്രശസ്തനായ നിർമ്മാതാവും നടനുമായ വിജയ് ബാബു ആണ് കൂടെയുള്ളത്. വെൽക്കം. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു? വിശേഷമുള്ളൂ. സുഖമായിരിക്കുന്നു വെച്ചാൽ അത്ര സുഖമില്ല. സുഖമല്ല, ആടിന്റെ ഓട്ടത്തിലാണ്. അപ്പം ഒരു പ്രൊഡക്ഷൻ ഹൗസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കീ ആയിട്ടുള്ള ഒരു ഏരിയ, ഷൂട്ട് നടക്കുന്ന ഒരു ഏരിയയിലെ കാട്ടിലും ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബിസി ആയിട്ടുള്ള പീരീഡാണ്. എന്ന് വെച്ചാൽ തിയേറ്റർ റിലീസ് സംബന്ധമായ കാര്യങ്ങൾ, സെയിൽസ് സംബന്ധമായ കാര്യങ്ങൾ, മാർക്കറ്റിംഗ് സംബന്ധമായ കാര്യങ്ങൾ, പിന്നെ അതിന് ശേഷമുള്ള കുറേ കാര്യങ്ങൾ ഒരുമിച്ച് അതിൻ്റെ കൂടെ പോസ്റ്റ് പ്രൊഡക്ഷനും മോണിറ്റർ ചെയ്യേണ്ടി വരും. എന്തായി ആട് 3 എവിടെ എത്തി നിൽക്കുന്നു? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. മാർച്ച് 19 ഇൻഷാ അല്ലാഹ് ഇതിന് ലോകമെമ്പാടും റിലീസ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നടക്കും. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ടല്ലേ? അതായത് അതിൽ ഉപയോഗിച്ചൊരു വാക്ക് ഭൂതകാലം പുണരുന്നു. അപ്പോഴതൊരു ടൈം ട്രാവൽ ആണോ? അതാണ് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആട് 3 ടൈം ട്രാവലിന്റെ ഒരു കഥയാണോ? ഞാൻ പറയില്ല, എത്ര ചോദിച്ചാലും പറയത്തില്ല. പിന്നെ അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഞങ്ങളോട് വരാറുണ്ട്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്രേക്ഷകർ ഭയങ്കര ആകാംക്ഷയിലാണല്ലേ? കാരണം ചില സർപ്രൈസുകൾ അങ്ങനെ നിൽക്കട്ടെ. എന്നാൽ ഇതൊരു എപ്പിക് ഫാന്റസി ആണെന്നും അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 ടൈം ലൈൻ, 3 ടൈം ലൈനിലാണ് സിനിമ നടക്കുന്നത്. 2 ടൈം ലൈൻ ആണ് ബേസിക്കലി മെയിൻ ആയിട്ട് ഉള്ളത്. ആ 2 ടൈം ലൈനിലും അതൊരു പുനർജന്മമല്ല, പക്ഷെ ഓരോ ടൈം ലൈനിലും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളെ ആടിലെ കഥാപാത്രങ്ങൾ തന്നെയാണ് അതിനെ ഇനാക്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ശരിക്കും പറഞ്ഞ ആട് ഫസ്റ്റ് പാർട്ട് വരുന്ന സമയത്ത് അത് അത്ര വലിയ സക്സസ് ആയിരുന്നില്ല. പക്ഷെ സക്സസ് ആവാത്ത സമയത്ത് നമുക്ക് സെക്കൻഡ് പാർട്ട് എടുക്കുമ്പോൾ ഒരു ടെൻഷൻ കാണും അല്ലേ? പക്ഷെ അങ്ങനെ ടെൻഷനൊന്നും ഇല്ലാതെ സക്സസ് ആവാഞ്ഞത് ബോക്സ് ഓഫീസിൽ. അതെ, സക്സസ്. പിന്നെ അതൊരു പ്രേക്ഷകരുടെ ഇടയിൽ അത് സക്സസ് ആയതിനു ശേഷമാണ് ഞാൻ 2ാം ഭാഗം എടുക്കുന്നത്. പലരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. അതായത് അന്ന് നമ്മൾ OTT ഒന്നും ഇല്ലല്ലോ. അന്ന് റിലീസ് ചെയ്ത് ഒരാഴ്ച പോലും തിയേറ്ററിൽ ഓടിയിട്ടില്ല. പക്ഷെ അന്ന് റീ എഡിറ്റ് ചെയ്തിട്ടാണ് അത് ചാനലിൽ ഇത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. അന്ന് ബേസിക്കലി OTT ഒന്നും ഇല്ലാത്തത് കൊണ്ട് DVD ആണ്. അപ്പൊ DVD മാർക്കറ്റ് അന്ന് DVD എടുക്കാൻ ആളുണ്ടായിരുന്നില്ല ഇതിന്റെ. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് അതിന്റെ DVD പ്രിന്റ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഫ്രൈഡേ ഹോം സിനിമ എന്ന് പറയുന്ന ബാനറിൽ ഒരു 10,000 DVD അടിക്കും കൊടുക്കുന്നു. പക്ഷെ അത് സാറ്റലൈറ്റിൽ വന്നതിന് ശേഷം അതിന് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവുകയും ബേസിക്കലി ഈ നമുക്ക് ഓരോ ആഴ്ചയും കൂടുതൽ ഓർഡേഴ്സ് വരാൻ തുടങ്ങി. അപ്പൊ അത് നോക്കുമ്പോൾ ഒരു 2-3 ലക്ഷം DVDs പോകുമ്പോൾ നമുക്ക് അപ്പൊ ഇത്രയും വീട്ടിൽ ഇത് കാണുന്നുണ്ടല്ലോ. കൂടാതെ ചാനലിൽ, ബിക്കോസ് ഐ വാസ് പാർട്ട് ഓഫ് ദ ചാനൽ, നമ്മൾ ഈ ചാനൽ സിനിമ പോകുമ്പോൾ അതിന്റെ റേറ്റിംഗ് എങ്ങനെയാണെന്ന് മോണിറ്റർ ചെയ്യും. അപ്പൊ നോക്കുമ്പോൾ അത് നല്ല റേറ്റിംഗ് വരുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ബേസിക്കലി പിന്നെ സോഷ്യൽ മീഡിയയുടെ ഒരു ഇത് വന്നപ്പോ ബേസിക്കലി വി കുഡ് സീ പീപ്പിൾ ആർ ഡ്രസ്സിംഗ് ലൈക്ക് ക്യാരക്ടേഴ്സ്. അതിന്റെ ഡയലോഗ്സ് പറയാൻ തുടങ്ങുന്നു, അതിന്റെ മുണ്ട്, അതിന്റെ മേമേഴ്സ്, അങ്ങനെ പല ഇതായിട്ട്. അപ്പം ഒരു അണ്ടർ കറന്റ് നോക്കുമ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. ആട് എന്ന് പറയുന്ന സിനിമ കണ്ടു. അതേ പറഞ്ഞ ക്യാരക്ടർ നെയിമും കൂടെ പലരും. അപ്പൊ ആ സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു ജനറേഷൻ ഞാൻ ഈ സിനിമ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വട്ടാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ സിനിമ 2ാം ഭാഗം ചെയ്ത് വരുമ്പോൾ ബേസിക്കലി തിയേറ്റർ ഓണേഴ്സ് ബേസിക്കലി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവണമെന്നില്ല. അവരുടെ ഒരു ഏജും ഇതും വെച്ചിട്ട് ആ സമയത്ത്
അപ്പൊ ഒരു ഈ സിനിമയെ കുറിച്ച് കേട്ടിട്ട് പോലും ഇല്ല, ഇത് പൊട്ടിയ പടത്തിന് എന്തിനാ രണ്ടാം ഭാഗം, അല്ല അത് ഇങ്ങനെയാണ്, അതിനൊരു അണ്ടർകറന്റ് ഉണ്ട്, മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് തിയേറ്ററുകളിലാണ് അന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അന്ന് ഇതിനോടൊപ്പം തന്നെ 4 പടങ്ങൾ ഉണ്ടായിരുന്നു. മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞ സിനിമ മമ്മൂക്കയുടെ, വിമാനം എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജ്, ആന അലറലോട് അലറൽ എന്ന് പറഞ്ഞ വിനീതിന്റെ സിനിമ, മായാനദി എന്ന് പറഞ്ഞ സിനിമ. അപ്പം 5ാം സ്ഥാനമേ ഉള്ളൂ ആട്. 80 തിയേറ്ററിൽ, കോട്ടയം ചങ്ങനാശ്ശേരി പോലുള്ള മെയിൻ സെന്റേഴ്സിൽ തിയേറ്റർ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളത് റിലീസ് ചെയ്തു. എന്നാൽ ഒരു ആഴ്ച കഴിയുമ്പോൾ ഈ 80 തിയേറ്റർ എന്നുള്ളത് 250 തിയേറ്ററിലേക്ക് മാറുകയും ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിട്ട് മാറുകയും ചെയ്തു. ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നോ നമുക്ക് പണത്തിൽ? കണ്ടന്റ് ഇസ് കിങ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് ചെയ്തു വന്നപ്പോൾ തന്നെ അതിനകത്തൊരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്രയും വലിയ സിനിമകളിലൂടെ ആ ക്രിസ്മസിന് തന്നെ നമ്മൾ ഇറക്കണം എന്ന് തീരുമാനിച്ചു. കാരണം ക്രിസ്മസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിരുന്നു അതിനകത്ത്. അപ്പം അത് ഇറക്കാൻ തീരുമാനിച്ചത് തന്നെ കണ്ടന്റിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അത് വിജയിച്ചു. അന്ന് തന്നെ പ്ലാൻ ചെയ്തതാണ് അതിനൊരു 3ാം ഭാഗം ഉണ്ടാകുന്നത്. അബ്രപ്റ്റ് ആയിട്ടാണ് കൊണ്ട് നിർത്തിയത്. പാപ്പനും ടീമിനും $1 മില്യൺ കിട്ടി. അപ്പൊ അങ്ങനെ പിന്നെ അതിനൊക്കെ ഒരു സ്റ്റോറിയിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് 2019 നമ്മളൊരു സ്റ്റോറിയിലേക്ക് വന്നിരുന്നു. പക്ഷെ പിന്നെ കോവിഡ് വന്നു. അത് അന്ന് ഷൂട്ടിംഗ് നടന്നില്ല. കോവിഡിന് ശേഷം പക്ഷെ നമ്മളുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറി. ഐ മീൻ യുവർ പാറ്റേൺസ് ഹവ് ചേഞ്ച്ഡ്. അപ്പൊ അന്ന് എഴുതിയ കഥ പിന്നെ വർക്കാവണം എന്നില്ല. റീറൈറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം പിന്നെ ആഫ്റ്റർ ദ OTT 2017 മുതൽ OTT വന്നു. അതിന്റെ കൂടെ കോവിഡും വന്നപ്പോൾ ഒരു നോർമൽ ഫാമിലി പോലും, ഒരു നോർമൽ ഹൗസ് വൈഫ് പോലും ഒരു ഇന്റർനാഷണൽ കണ്ടന്റിലേക്ക് എക്സ്പോസ് ആയിരിക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് സമയം കിട്ടുന്ന മാത്രമല്ല, ഇപ്പൊ ഒരു ഹോളിവുഡ് സിനിമ പോലും മലയാളത്തിൽ കാണാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അല്ലെങ്കിൽ അന്യഭാഷ, ഹിന്ദി ആണെങ്കിലും തെലുങ്കാണെങ്കിലും തമിഴാണെങ്കിലും ഇപ്പൊ OTT വരുമ്പോൾ എല്ലാ ലാംഗ്വേജിലും നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് മലയാളം കണ്ടന്റ് കുറവായിരുന്ന സമയത്ത് വീട്ടുകളിൽ തന്നെ ഇരിക്കുന്ന എല്ലാ സിനിമകളും, അപ്പൊ അതിലൂടെ വന്നിരിക്കുന്ന ഒരു, പിന്നെ വീടുകൾ എന്ന് പറയുന്നത് സിംഗിൾ TV ഹോംസ് ആണ്. അപ്പൊ അത് അവിടെ ഒരു 15 വയസ്സുള്ള കുട്ടി സിനിമ കാണുമ്പോഴും അമ്മയും കാണേണ്ടി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ പാറ്റേണിൽ ഉണ്ടായ ഡിഫറൻസും ഉണ്ട്. അന്നുണ്ടായ സ്ക്രിപ്റ്റ് വർക്കാവില്ല, എന്റെ ഗെയിം ചേഞ്ച് ആവണം, ഇച്ചിരി കൂടെ സ്കെയില് വലുതാവുന്ന എക്സ്പെക്ടേഷൻസ് ആർ റിയലി ഹൈ. അങ്ങനെയാണ് ഇതിന് എപ്പിക് ഫാന്റസി എന്ന് പറഞ്ഞ ജോണറിലേക്ക് വരികയും അത് ഇങ്ങനത്തെ ഒരു സ്കെയിലാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഐ ഗോട്ട് റിയലി എക്സൈറ്റഡ് വിത്ത് ദ സ്ക്രിപ്റ്റ് ബട്ട് വാസ് നോട്ട് എക്സൈറ്റഡ് വിത്ത് ദ നമ്പേഴ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒറ്റയ്ക്ക് ചെയ്യണ്ട. അങ്ങനെ കാവ്യ ഫിലിംസ് വേണു കുന്നപ്പള്ളിയുമായിട്ട് ചർച്ച ചെയ്യുകയും അദ്ദേഹത്തിനും അതേ പോസിറ്റീവ് വൈബ് തന്നെ ഇതിൽ വരികയും ഞങ്ങൾ ജോയിൻ ചെയ്തൊരു വലിയ ബഡ്ജറ്റ് സിനിമയായിട്ട് അത് ചെയ്തിരിക്കുകയാണ്. ഇതിൽ കഥാപാത്രങ്ങളുടെ പേരൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് നെയിംസ് ആണ് അല്ലെ? സർബത്ത് ഷമീർ, അറക്കൽ അബു, ഷാജി പാപ്പ, എല്ലാവർക്കും ഒരു നിക്നെയിം ഉണ്ട്. അതെ, ഇത് എല്ലാവരും ഇപ്പൊ ഷാജി പാപ്പ. അതെ, അത് ആരാണ് ഈ കഥാപാത്രങ്ങൾ? ഇതിന്റെ പിന്നെ നമ്മളിങ്ങനെ മെയിൻ കഥാപാത്രങ്ങൾക്കെല്ലാം എഴുതിയിരിക്കുന്നത് മിഥുൻ തന്നെയാണ്. എന്റെ ഈവൻ ബീജയത്തിന്റെ നമ്മുടെ ലിറിക്സ് എഴുതിയിരിക്കുന്നതും സാത്താൻ സേവിയർ എല്ലാം ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള നെയിം ആണല്ലേ. ഭാവിയിൽ നമുക്കൊരു സ്പിൻ ഓഫ് പ്രതീക്ഷിക്കാവോ? പ്രതീക്ഷിക്കാം. എന്തായാലും ഇത് വൺ ലാസ്റ്റ് റൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആടിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരികയാണ്. അതിനുശേഷം സ്പിൻ ഓഫ് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. ഒരുപാട് റൈറ്റേഴ്സ് എഴുതുമ്പോൾ ഈ കഥാപാത്രത്തിന് നമ്മുടെ സ്ക്രിപ്റ്റിൽ ഉൾക്കൊള്ളിക്കാമോ എന്ന് ചോദിച്ചു. ഏത് കഥാപാത്രത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്പിൻ ഓഫിന് ചോദിച്ചിട്ടുണ്ടാവുക? അല്ല, അത് ഷാജി പാപ്പൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ അന്ന് ആട് 1ഉം 2ഉം ഉണ്ടായിരുന്നപ്പം അതിലുണ്ടായിരുന്ന ആക്ടേഴ്സിന്റെ റേഞ്ച് അല്ല ഇന്ന് അതേ ആക്ടേഴ്സ്. അവരെല്ലാം അവരുടേതായ രീതിയിൽ ഒരുപാട് വളരുകയും പല ഭാഷകളിൽ അഭിനയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും പേരെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. എക്സ്പെഷ്യലി നമുക്ക് 6, 7, 8 മാസം ഷൂട്ടിന് വേണ്ടി വരുമ്പോൾ പല കമ്മിറ്റ്മെന്റ്സ് അവർ മറ്റുള്ള സിനിമകളിൽ കൊടുത്തിട്ടുണ്ടാവും. സോ ഇറ്റ്സ് നോട്ട് വെരി ഈസി ടു ബ്രിങ് ഓൾ ദീസ് പീപ്പിൾ ടുഗദർ. അതുകൊണ്ട് തന്നെ ഈ ആടിന്റെ സീരീസ് എന്ന് കഴിഞ്ഞാലും സ്പിൻ ഓഫിനുള്ള സാധ്യതകളുണ്ട്. എല്ലാ കഥാപാത്രങ്ങളും, ഇപ്പം ദാമോദരൻ, ഉണ്ണിമകൻ, ദിൽമൻ ഇടക്കുച്ചിക്ക് ദിൽമനായ കഥ വേണമെങ്കിൽ നമുക്ക് ആവാം. അല്ലെങ്കിൽ ഷാജി പാപ്പനും ടീമിനും വെച്ച് എവിടെ വേണേലും കൊണ്ടുപോയാലോ, വടം വലിക്കാൻ അമേരിക്കയിലും പോവാലോ. അപ്പം അതൊക്കെ അതിനുള്ള സ്കോപ്പ് ഉണ്ട്. വിൽ സി. എല്ലാം അതിന്റെ ഒരു, പക്ഷെ അതിൽ ഒരുപാട് സീക്വൻസ്, അതായത് ലാസ്റ്റ് വന്ന് അപ്പോഴും നടുവേദനയ്ക്കുള്ള മരുന്നാണ് നോക്കുന്നത്.
ഓക്കെ, അപ്പൊ അതുപോലെ ഈ ഒരു കോമഡി എലമെന്റ് ആയിരിക്കും നമുക്ക് വീണ്ടും അത് പ്രതീക്ഷിക്കാവോ? അത് ആടിന്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് തന്നെ ഹ്യൂമറാണ്. നമ്മൾ എന്തിപ്പം എപ്പിക് ഫാന്റസി പറയുമ്പോഴും ആ ഫ്ലേവർ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആട് പോകുന്നത്. അപ്പം ഒരു ഗിഗിൾ ചെയ്ത് പോവാം എന്നുള്ള രീതിയിലാണ്. അട്ടഹാസം ചിരി ഇടയ്ക്കിടയ്ക്ക് കിട്ടിയേക്കാം. പക്ഷെ നമ്മുടെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്, ആട് ഇറങ്ങുമ്പോൾ 20 വയസ്സുണ്ടായിരുന്ന ആൾക്ക് ഇന്ന് 30 വയസ്സാണ്. അന്ന് 30 വയസ്സുണ്ടായിരുന്ന ആൾക്ക് 40 ഉണ്ടായിരുന്നവർക്ക് 50 ആണ്. എന്നാൽ അല്ല, അപ്പം 5 വയസ്സുണ്ടായിരുന്ന കുട്ടി അന്ന് ചിലപ്പോൾ ആട് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അതിനുശേഷം 10-12 വയസ്സായപ്പോൾ കുട്ടി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് ആടിനെ ഫോളോ ചെയ്യുന്ന ഇത് ഒരു 10 വയസ്സിനും 60 വയസ്സും വരെയുള്ള ഓഡിയൻസ് ഒരേപോലെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഇവരെ ഈ എല്ലാ ഏജ് ഗ്രൂപ്പിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന കോമഡി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭയങ്കര ചലഞ്ച്. ഇപ്പൊ പടക്കളം ചെയ്യുമ്പോൾ അത് നമുക്ക് യൂത്ത് സെൻട്രിക് ഫിലിമാണ്. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇന്നത്തെ ജനറേഷൻ യൂസ് ചെയ്യുന്ന വാക്കുകൾ നമുക്ക് സ്കിബിഡി എന്നും മറ്റൊന്ന് അങ്ങനെയുള്ള വാക്കുകൾ അതിലെടുക്കാൻ എളുപ്പമാണ്. അതേ സാധനം ആടിൽ വരുമ്പോൾ ചില ഓഡിയൻസിന് ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ആ പഴയ ഹ്യൂമറിന്റെ ഒരു ഫ്ലേവർ നിലനിർത്തിക്കൊണ്ട് പുതിയ ജനറേഷൻ അല്ലെങ്കിൽ OTT-യിലൂടെ എല്ലാ സിനിമകളും കാണുന്ന ഒരു ജനറേഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഹ്യൂമർ പറയാന്നുള്ളത് വലിയ ചലഞ്ചാണ്. പക്ഷെ പടക്കളവും എല്ലാ ഫാമിലി ഓഡിയൻസും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാ സിനിമയ്ക്കും വർക്കാവുന്ന സിനിമകൾക്ക് നമ്മൾക്കൊരു പ്രൈമറി ഓഡിയൻസ് ഉണ്ടാവും. ആദ്യം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്രൈമറി ഓഡിയൻസ്, എസ്പെഷ്യലി അങ്ങനെയുള്ള ഇവിടെ പ്രൈമറി ഓഡിയൻസ് യൂത്ത് ആണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് വർക്ക് ആയി കഴിയുമ്പോഴാണ് ഒരു സെക്കൻഡറി ഓഡിയൻസ് നമ്മൾ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മളത് മാർക്കറ്റ് ചെയ്യുമ്പോൾ പ്രൈമറി ഓഡിയൻസിലേക്കാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ആട് എന്ന് പറയുന്നത് പ്രൈമറി ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെക്ഷൻ ഇല്ല, അങ്ങനെ ഒരു TG ഇല്ല. നമ്മളെ 10 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ അതിന്റെ ഓഡിയൻസ് ആണ്. അപ്പൊ അതിന്റെ മാർക്കറ്റിംഗ് രീതിയിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരും. അപ്പൊ ഈ വർക്കാവുന്ന സിനിമകളിൽ പ്രൈമറി ഓഡിയൻസ് കഴിഞ്ഞ് അവരുടെ അഭിപ്രായം അല്ലെങ്കിൽ വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡ് ആവുമ്പോഴാണ് സെക്ഷൻ ഓഫ് ദ സെക്കൻഡറി ഓഡിയൻസ് ഓൾസോ. അങ്ങനെ വരുമ്പോഴാണ് അത് സൂപ്പർ ഹിറ്റ് ആവുന്നത്. പടക്കളം അങ്ങനെ സക്സസ് ആവുമെന്ന് വിചാരിച്ചിരുന്നു. അതിലുള്ള സൂപ്പർസ്റ്റിഷ്യസ് നമ്മൾ ഏതെങ്കിലും സിനിമ സക്സസ് ആവില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കും അതില്ല. പക്ഷെ പടക്കളത്തില് ഒരു ഇല്ലുമിനാറ്റി കാര്യം പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഇല്ലുമിനാറ്റിയിൽ? ഇല്ല, അങ്ങനൊന്നുമില്ല. നമ്മള് ഒരു സിനിമ അതിന്റെ ഒരു എന്റർടൈൻമെന്റ് പോർഷനിൽ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അല്ല, അപ്പൊ ആ സ്ക്രിപ്റ്റില് അങ്ങനെയാണ് എഴുതിയിരുന്നത്. സോ ഇല്ലുമിനാറ്റി കോൺസെപ്റ്റ് യൂസ് ചെയ്ത് പക്ഷെ വൻ ഹിറ്റായി. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും അതിനെ ഡിഗ് ചെയ്ത് പോയിട്ടുണ്ടോ? അതിനൊന്നും പോകാനുള്ള സമയമൊന്നും നമുക്കില്ല. നമ്മുടെ സിനിമേനെ അതിന്റെ സ്ക്രിപ്റ്റിലെ ഒരു എന്റർടൈൻമെന്റ് വാല്യൂലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വിജയ് ബാബു ഇല്ലുമിനാറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഞാനൊന്നും അങ്ങനെ ഒന്നിലും വിശ്വസിക്കുന്നില്ല. നമ്മള് സാധാരണ ഹ്യൂമനാണ്, ദൈവഭയമുള്ള, ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പൊ റീസെന്റ് നടന്നൊരു ഇഷ്യൂ ആണ്, ബിജു മേനോൻ ഒരു പ്രൊമോഷൻ ഇതിന് പോകാത്തതുകൊണ്ട് 25 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരാൾ പ്രൊമോഷന് പോകാതിരുന്ന ഇത്ര നഷ്ടം വരുമോ? അല്ല, അതിന്റെ സത്യാവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ അതിന് അനൂപ് മേനോൻ അതിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. ഞാൻ ആക്ച്വലി അതിന്റെ കാര്യത്തിൽ ഇന്നലെ എന്തോ നടന്നൊരു സംഭവമാണ്. എന്റെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇത് ഏത് സിനിമയെ കുറിച്ചാണ് പറയുന്നതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഞാനില്ല. എന്നാലും ആസ് എ പ്രൊഡ്യൂസർ, ഒരു ആക്ടർ, ബിക്കോസ് ഒരുപാട് മലയാളത്തില് നമ്മുടെ നമ്മൾ 4ാമത്തെ ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിൽ, അല്ലെ? ആഫ്റ്റർ ബോളിവുഡ്, തെലുങ്ക്, തമിഴ്, ഇപ്പൊ കന്നഡ, ഇപ്പൊ 5ാമത്തെ. നമ്മളൊരു കൊച്ചു സ്റ്റേറ്റ് ആണ്. എന്നാലും 200ഓളം സിനിമകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പൊ 200ഓളം സിനിമകളിൽ നമ്മൾ ഓരോ ആഴ്ചയും ഈ വരുന്ന നാളെ 12-ാം തീയതി 6 സിനിമകളാണ് ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ ഓരോ പ്രൊഡ്യൂസർക്കും അവരുടെ സിനിമ മാർക്കറ്റ് ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തിക്കണം. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായ ക്ലട്ടർ ഉണ്ട്, അല്ലെ? നമ്മളൊരു 10-30ഓളം കണ്ടന്റുകൾ ഇടുമ്പോഴാണ് ഒരു സിനിമ ശ്രദ്ധിക്കപ്പെടുന്നത്. നമുക്കൊക്കെ ഭയങ്കര വിഷമം തോന്നാറുണ്ട്. ഇപ്പം ആട് ഇറങ്ങാൻ പോവാണ്, ഇത്രയും മാർക്കറ്റ് ചെയ്തു. അല്ലെങ്കിൽ പടക്കളം പോലുള്ള സിനിമ നമ്മൾ മാക്സിമം നമ്മൾ എല്ലാ രീതിയിലും അതിനെ മാർക്കറ്റ് ചെയ്യുന്നു. ഒരു 10-20 പോസ്റ്റേഴ്സ് എങ്കിലും ഇട്ടുണ്ടാവും, സോഷ്യൽ മീഡിയ കണ്ടന്റ് ഇട്ടിട്ടുണ്ടാവും. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടും നമ്മൾ രാവിലെ നാളെ അല്ലെങ്കിൽ ഇന്ന് റിലീസാണെന്നിരിക്കെ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ കൊല്ലത്ത് പോയി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരാൾ ഇരുന്നു, ഇപ്പം പടമൊന്നുമില്ലേ? അപ്പൊ നമ്മൾ ഉണ്ട്, ഇന്നറിനെ ഇറങ്ങുന്നു, ആണോ, ഏതാണ്? അപ്പൊ അതുപോലും അവിടെ എത്തിയിട്ടില്ല. അപ്പൊ ഐ മീൻ
ഹാഫ് ഓഫ് ദ മാർക്കറ്റിംഗ് ഇസ് വേസ്റ്റ്, നോബഡി നോസ് വിച്ച് ഹാഫ് എന്ന് പറയും. അപ്പൊ ഇത് ഇന്റർവ്യൂ കൊടുത്താലേ വർക്കാവോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതായിരിക്കാം വർക്കാവുന്നത്. പക്ഷെ ബോക്സ് ഓഫീസ് ഹിറ്റായ പടങ്ങൾ OTT-യിൽ വരുന്ന സമയത്ത് ഒരുപാട് ക്രിറ്റിസിസം നേരിടാറുണ്ടല്ലോ. ചിലത് അങ്ങനെയും വരാറുണ്ട്. നമ്മുടെ എല്ലാ രീതിയിലും ആ സിനിമയെ മാർക്കറ്റ് ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എങ്ങനെയെങ്കിലുമൊക്കെ ഇത് ഈ ക്ലട്ടറിൽ നിന്ന് മാറി ആ സിനിമ ജനങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ചിലപ്പോൾ ആക്ടേഴ്സിന് അവരുടേതായ അവൈലബിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാം, അവരുടേതായ പ്രോബ്ലംസ് അവരുടെ അതിൻ്റെ കൃത്യമായ കാര്യം നമുക്കറിയില്ല. അപ്പം നമ്മൾ ആടിന് ചെയ്യുമ്പോൾ അവരുടെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് ഇന്റർവ്യൂസും കാര്യങ്ങളും ഒക്കെ എടുത്തു വെക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. അത് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഐ എം നോട്ട് കമന്റിങ് ഓൺ ദാറ്റ്. ഓക്കെ, ഫ്രൈഡേ ഫിലിംസ് നമുക്ക് ഒത്തിരി നല്ല മൂവീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊരു സീരിയൽ പ്രൊഡക്ഷനിലോട്ട് കടന്നിട്ടുണ്ട് അല്ലേ ഫ്രൈഡേ ഫിലിംസ്? അതിനെ കുറിച്ച് പറയാം. അല്ല, സീരിയൽ എന്നും ഞാൻ ടെലിവിഷനിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പം നമ്മള് ഒരുപാട് വർഷം ഫിക്ഷനും നോൺ ഫിക്ഷനും ഒക്കെ പല ചാനലുകളിൽ പല പൊസിഷനുകളിൽ ഇരുന്നിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഫിക്ഷൻ കംസ് നാച്ചുറൽ ടു അസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആട് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോൾ അതിന്റെ DVD-ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഡിവിഷനാണ് ഫ്രൈഡേ ഹോം സിനിമ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചർച്ചയിൽ മനോരമയായിട്ട് ഇരുന്നപ്പോൾ ഒരു ഫിക്ഷൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്തു, ഒരു സെപ്പറേറ്റ് പ്രോഫിറ്റ് സെന്റർ ആയിട്ട് അതങ്ങനെ നടന്നു പോകുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ആയിട്ട് ഞാൻ ഇൻവോൾവ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിനൊരു ടീമുണ്ട്, ആ ടീം ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഒരു ഓവറോൾ നോക്കും. നമ്മളൊരു എന്റർടൈൻമെന്റ് പ്രൊഡക്ഷൻ ഹൗസ് ആണല്ലോ. അപ്പം ഏത് രീതിയിലുള്ള കണ്ടന്റാണ്. അത് യൂട്യൂബ് ബേസ്ഡ് കണ്ടന്റ് ആണെങ്കിലും സ്മോൾ സ്ക്രീൻ ആണെങ്കിലും ബിഗ് സ്ക്രീൻ ആണെങ്കിലും ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഇറ്റ്സ് ജസ്റ്റ് വൺ ഗ്ലാസ് പീസ് അല്ലെങ്കിൽ വൺ ഫോൺ. അപ്പം അതിലൂടെ ആയിരിക്കും നമ്മൾ എല്ലാം കാണുന്നത്. അപ്പം ടെലിവിഷൻ കണ്ടന്റ് എന്നോ OTT കണ്ടന്റ് എന്നോ തിയേറ്ററിക്കൽ കണ്ടന്റ് എന്നോ ഒന്നുമില്ല, എല്ലാം കണ്ടന്റ് തന്നെയാണ്. സോ ഒരു 360 ഡിഗ്രീസ് പ്രൊഡക്ഷൻ ഹൗസ് ആവുക എന്നുള്ളത് തന്നെയാണ് ആദ്യം ഈ ഫ്രൈഡേ ഫിലിം ഹൗസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഒരു ആഗ്രഹം. യുൾ സൂൺ സീ മീ എൻറ്ററിങ് ഡിജിറ്റൽ ഓൾസോ. അപ്പം കുറച്ച് ഡിജിറ്റൽ പ്ലാൻസ് ഉണ്ട്. അപ്പം ആടിൻ്റെ ഇത് കഴിഞ്ഞിട്ട് ഇതുവരെ സ്പേസ് കിട്ടില്ല. അപ്പം നമ്മൾ 12 വർഷത്തിൽ 24 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരു കമ്പനിയാണ്. അതായത് ഓൺ ആൻ ആവറേജ് 2 ഫിലിംസ് എ ഇയർ, അതായത് 6 മാസത്തിൽ ഒരു സിനിമ എന്നുള്ളതാണ്. അപ്പം അത്രയും ഇതുണ്ട്. അപ്പം ആട് കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ഫിലിം ഒരു സിനിമയാക്കി ഡിജിറ്റലിലേക്കൊന്ന് കടക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്മോൾ സ്ക്രീൻ എല്ലാം ഒരു ടീമിനെ ഒന്ന് വിപുലീകരിക്കുക, കുറച്ചും കൂടെ കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആട് 3-ലെ കഥാപാത്രങ്ങളെ പറ്റി കൂടുതൽ ചോദിക്കുന്നില്ല, അതൊക്കെ സർപ്രൈസ് ആയിരിക്കും. പക്ഷെ നമുക്ക് ഡ്യൂഡിന് ഒരു തലവൻ, ഒരു അധോലോക തലവൻ ഉണ്ടെന്നൊക്കെ കേട്ടു. അതിന് കേൾക്കുന്നത് ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലെ കോമന്റിലൊക്കെ കാണും. അതൊരു സർവ്വശരീർ ആണോ? ഞാൻ അങ്ങനെ കേട്ടില്ല. നമ്മളിങ്ങനെ ഇരുന്ന കമന്റ്സ് ഒക്കെ നോക്കും. സിനിമയിലെ കഥയെ കുറിച്ച് എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ചോദിച്ചാലും കിട്ടത്തില്ല, ഞാൻ പറയത്തില്ല. അപ്പൊ ആകാംക്ഷ ആൾക്കാർക്ക് എന്തായാലും ഇതെങ്ങനെ വന്നാലും ആട് 3 ഏതെങ്കിലും നമ്മുടെ സിനിമയിലെ ആക്ടേഴ്സിനെ ഇന്റർവ്യൂ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പോവല്ലോ, മയക്കും ഇതാണ് അബദ്ധത്തിൽ ഇവരെന്തെങ്കിലും പറഞ്ഞു, അതിനെ ഒരു കാർഡാക്കി ഇടുമ്പോഴത്തേക്ക് ഞാൻ ഗ്രൂപ്പിൽ പറയും ഇങ്ങനൊന്നും പറയരുത്, അങ്ങനെ പറയുന്ന എന്നോടോ ബാല ഞാൻ ഒരിക്കലും പറയില്ല. എന്തായാലും പറഞ്ഞാലും ഇല്ലെങ്കിലും ആട് 3 വൻ ഹിറ്റ് ആയിരിക്കും. തിയേറ്ററിൽ പോയി തന്നെ എല്ലാവരും കാണും. എല്ലാവരും ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ആവട്ടെ. എന്തായാലും നമ്മൾ ഇത്രയും നേരം സംസാരിക്കാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. താങ്ക് യു.